നമ്മളിൽ പലരും ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാകും. 2016 കരൾ രോഗബാധിതയായ പിഞ്ചു കുഞ്ഞിന് അവൾ തന്റെ ആരുമല്ലാതിരുന്നിട്ടും കരൾ പകുത്തു നൽകിയ ആശാവർക്കറായിരുന്ന ശ്രീരഞ്ജിനി. അന്നവരെ ചേർത്ത് പിടിക്കാൻ കരങ്ങളുണ്ടായിരുന്നു. വാർത്തകളിൽ ശ്രീരഞ്ജിനിയും കുഞ്ഞും നിറഞ്ഞു നിന്നു. ഞാൻ ആശാവർക്കറായിരുന്ന സമയത്ത് പോളിയോക്ക് തുള്ളിമരുന്ന് കൊടുക്കാൻ പോയ സമയത്താണ് ഈ കുഞ്ഞിനെ കാണുന്നത്, ഫസ്റ്റ് ടൈം കാണുന്നത്. 8 വർഷത്തോളം ആശാവർക്കറായിരുന്നു. അപ്പോഴൊന്നും അങ്ങനെ ഒരു കുഞ്ഞിനെ ഞാൻ കണ്ടില്ല. കാരണം അത്രയും വയ്യായികയുള്ളൊരു കുഞ്ഞിനെ കണ്ടില്ല. ഒരുപാട് പേര് വന്നായിരുന്നു സർജറി, ലിവർ കൊടുക്കാനൊക്കെ ആയിട്ട്. പക്ഷെ ഒന്നും ശരിയായിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ടീച്ചറെ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ടീച്ചർ പറഞ്ഞു വേണ്ട, കാരണം അപ്പോഴേ ഫാമിലിയിൽ ഭയങ്കര ഇഷ്യൂസൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ടീച്ചർ ആര് നോക്കും എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭഗവാൻ നോക്കുമെന്ന് പറഞ്ഞു. എനിക്കപ്പോഴും ഭഗവാനിൽ മാത്രമേ വിശ്വാസമുള്ളൂ. കാരണം എനിക്കും അറിയാം ആരും നോക്കാൻ കാണത്തില്ല എന്നുള്ളത്. കാലം കടന്നുപോയപ്പോൾ ജീവിത പ്രാരാബ്ദങ്ങൾക്ക് മുന്നിൽ അവർ തനിച്ചായി. ചേർത്ത് നിർത്താനോ തണലാവാനോ കരങ്ങളില്ലാതായി. ഓരോരുത്തരുടെ കൈയും സഹായം കൊണ്ട് തന്നെയാണ് കുറേ നാളൊക്കെ മുന്നോട്ട് പോയത്. പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. കാരണം ഓരോരുത്തരുടെ മുമ്പേ കൈ നീട്ടുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നും. അപ്പോൾ ഞാൻ ഓരോ ജോലിക്ക് പോവും, വീട്ടു ജോലിക്കൊക്കെ പോവും, ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ അപ്പോഴത്തെ അവസ്ഥ കാരണം പോവുമായിരുന്നു. കാരണം ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല, ഒരുപാട് സമയം ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് ബാക്ക് പെയിനൊക്കെ ഉണ്ട് എനിക്ക്. ആ പിഞ്ചു കുഞ്ഞിനെ ഓർക്കാത്തൊരു ദിവസം ഇന്നും ശ്രീരഞ്ജിനിയുടെ ജീവിതത്തിലില്ല. ആദ്യമൊക്കെ ഫോൺ കോളുകളിലൂടെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നെങ്കിലും പിന്നീട് അവർക്കൊരു ബുദ്ധിമുട്ടാകുന്നു എന്ന തോന്നൽ മനസ്സിലുണർന്നപ്പോൾ അവരിൽ നിന്നും സ്വയം ഒഴിഞ്ഞു മാറി. സർജറി കഴിഞ്ഞ ഒരു 2 വർഷത്തോളം ഞാൻ കണ്ടു എന്ന് തോന്നുന്നു. പിന്നെ കുഞ്ഞിനെ കാണാറൊന്നുമില്ല, കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. ഇപ്പോൾ അവളെ സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് മാത്രമേ എനിക്കറിയാവൂ. നമ്മൾ ഈ കടന്നു ചെല്ലുന്നത് ശ്രീരഞ്ജിനിയുടെ പൂർത്തിയാവാത്ത ഏറെ നാളായുള്ള ഒരു സ്വപ്നത്തിലേക്കാണ്. ലൈഫ് പദ്ധതി വഴി ലഭിച്ച പണം ഉപയോഗിച്ച് 3 സെന്റ് സ്ഥലം വാങ്ങി വീടിന് അടിത്തറ പണിതു. കയ്യിൽ പണമില്ലാത്തതിനാൽ ബാക്കി പണി പൂർത്തിയാക്കാനാവാതെ സ്ഥലം കാടുകയറി നശിച്ചു. വട്ടിയൂർക്കാവ് ഹെൽത്ത് സെന്ററിൽ കോൺട്രാക്ട് ബേസിൽ അറ്റൻഡറായി ജോലി ചെയ്യുകയാണ് ഇന്ന് ശ്രീരഞ്ജിനി. ഒറ്റയ്ക്ക് വാടക വീട്ടിലാണ് താമസം. വിടാതെ തേടിയെത്തുന്ന രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഇടയ്ക്കൊന്ന് പിടിച്ചുലയ്ക്കാറുണ്ടെങ്കിലും ശ്രീരഞ്ജിനി ഡബിൾ സ്ട്രോങ് ആണ്. സ്വന്തമെന്ന് പറയാൻ ഒരു കൊച്ചു വീടാണ് ഇന്നിവരുടെ സ്വപ്നം. ആ സ്വപ്നം നിറവേറ്റാനുള്ള ഓട്ടപ്പാച്ചിലാണ് ഇന്നിവർ. നിത്യേന നമ്മളെ കടന്നു പോകുന്ന മുഖങ്ങളിൽ ഒന്നാവാം. ജീവിതം സമ്മാനിച്ച എല്ലാ ദുരിതങ്ങളോടും പോരാടി ജയിക്കുകയാണവർ, അല്ലെങ്കിൽ ജയിക്കാൻ ശ്രമിക്കുകയാണവർ. അവരുടെ ഈ ദുരിതത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്കിടയിൽ ഒരു കൈത്താങ്ങാവാൻ സാധിച്ചാൽ അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. ഒപ്പം ആ കരൾ പകുത്തു നൽകിയ കുഞ്ഞിൻ്റെ കുടുംബത്തോട് ഒരു വാക്ക്: ഒരിക്കലും തിരക്കി വരണ്ട, പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇവരുടെ പേരും ഉണ്ടാവണം. ക്യാമറാമാൻ സജികുമാറിനൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.